ഗുരുയണത്തിലേക്ക് സ്നേഹവന്ദനം. ജീവിതം എന്തൊക്കെ ദുരനുഭവങ്ങളാണ് ഓരോരുത്തർക്ക് വേണ്ടിയും കാത്തുവെക്കുന്നത്. പിരിയങ്കോണി കണക്കാണ് ജീവിതം. ഓരോ വളവിലും നമ്മളെ തേടി വരുന്ന അനുഭവങ്ങൾ. അത്തരം ഹൃദയഭേദമായ അനുഭവങ്ങളിലൊന്ന് ഇങ്ങനെ ഒരുമിച്ച് പാർത്തവർക്ക് പിരിഞ്ഞു പോകേണ്ടി വരിക എന്നുള്ളതാണ്. ഒരു 10-20 വർഷം മുമ്പ് അത് നമുക്കിടയിൽ അത്ര ഒരു കോമണായൊരു ഘടകമായിരുന്നില്ല. ഇപ്പോഴാവട്ടെ ഓരോ ദിവസവും എവിടെ നിന്നെങ്കിലും നമ്മളതിനെക്കുറിച്ച് കേൾക്കുന്നു. എന്തൊരു സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ആ മകളുടെ കല്യാണത്തിന് പോയത്. കഴിഞ്ഞ ദിവസം അവൾ വരുന്നത് കുടുംബ കോടതിയിൽ നിന്നാണ്. അവൾ പരമാവധി ഇങ്ങനെ സന്തുഷ്ടേ കണക്ക് ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നമുക്കറിയാം അത്ര എളുപ്പമല്ല ഇത്തരം ഓർമ്മകളിൽ നിന്ന് പുറത്ത് കിടക്കുക. ഡൈവേഴ്സിനെ കുറിച്ച് ഞാൻ വായിച്ചൊരു പുസ്തകം കണക്ക് ഒരാൾക്ക് എങ്ങനെയാണ് അയാളുടെ ശരീരത്തിൽ നിന്ന് ഡൈവേഴ്സ് ചെയ്യാനാവുക. ഒരുമിച്ച് പാർത്തവർ ഇതുമാത്രം മുദ്രകളാണ് ഈ ശരീരത്തിൽ പതിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആലിംഗനങ്ങളും പരിലാളനങ്ങളും വിട്ട് കളയുക. അവരൊരുമിച്ച് ചെയ്ത അധ്വാനം, ചിലപ്പോൾ അയാൾക്ക് വേണ്ടി വസ്ത്ര ഇസ്തിരി കൊടുത്തപ്പോൾ ആ പൊള്ളിപ്പോയ ഒരു കൈവിരൽ ഭക്ഷണം പാകം ചെയ്തപ്പോൾ മുറിഞ്ഞത്, ചിലപ്പോൾ വല്ലാത്ത ക്ഷോഭത്തിൽ അയാളിൽ നിന്ന് കിട്ടിയ ആ നീലിച്ച പാടുകൾ. ശരീരത്തിന് അത്ര എളുപ്പമല്ല ഓർമ്മകളിൽ നിന്ന് പുറത്ത് കിടക്കുക. നമ്മൾ വല്ലാത്ത നിസ്സഹായത അനുഭവപ്പെടുന്ന ചില മുഹൂർത്തങ്ങളാണിത്. പരമ്പരാഗതമായ ഉപദേശങ്ങൾ കൊണ്ടോ എക്സ്പെക്റ്റേഷൻസ് കൊണ്ടോ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇത്തരം ഘട്ടങ്ങളിൽ വെറുതെ കൈക്ക് പിടിച്ച് ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കാനല്ലാതെ മറ്റെന്താണ് പറ്റുമെന്ന് എനിക്ക് ഇനിയും പിടുത്തം കിട്ടിയിട്ടില്ല. എവിടെയൊക്കെയോ ഇങ്ങനെ സ്നേഹത്തിൻ്റെ വീഞ്ഞ് ഇല്ലാതെ പോകുന്നു. നമുക്കറിയാം യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ഒരു കല്യാണ വിരുന്നിൽ നിന്നാണ്. വളരെ അപായ സൂചനകളാണ് അത് ആരംഭിക്കുന്നത്. അവരുടെ വീഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇല്ലാതെ പോകുന്നു. നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ലഹരി നൽകിയ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പച്ചവെള്ളമായി മാറിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സന്ധ്യകളും ദിനങ്ങളുമൊക്കെ അവരുടെ ഓർമ്മകളുണ്ടാവും. ഏറ്റവും ചെറിയൊരു നോട്ടം, ഒരു സ്പർശം, തങ്ങൾ ആദ്യമായിട്ട് വെച്ച് വിളമ്പിയൊരു ഭക്ഷണം, ഒരുമിച്ച് പോയൊരു യാത്ര, കണ്ട സിനിമ ഒക്കെ വല്ലാത്ത ലഹരി പകർന്നിട്ടുണ്ടാവും. ഇന്നാവട്ടെ അത്തരം ഒരനുഭവങ്ങളും ലഹരി പിടിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, ലഹരി പിടിപ്പിക്കുമെന്ന് ഒരുപക്ഷെ ഈ ഒരു പരിണയത്തിൻ്റെ കൂടാരത്തിന് പുറത്തു നിന്ന് മനുഷ്യർ സങ്കല്പിക്കുന്ന പല കാര്യങ്ങളും അവർക്കിങ്ങനെ പച്ചവെള്ളമായിട്ടും വൈകാതെ ജലം പോലും ഇല്ലാത്ത ആ ശൂന്യമായ പാത്രമായിട്ട് ജീവിതം അനുഭവപ്പെടുകയും ചെയ്യുന്നു. കുറച്ചുകൂടി ഇങ്ങനെ ശ്രദ്ധ അർഹിക്കേണ്ട ഒരു മേഖലയാണ് ഈ വിവാഹമെന്നൊക്കെ തോന്നുന്നു. അതിങ്ങനെ ഇതിൻ്റെ ഒരു കൂടാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ധൈര്യമോ താല്പര്യമോ ഒരു പ്രത്യേകഘട്ടത്തിൽ ഭാഗ്യമോ ഇല്ലാതെയൊക്കെ പോയ ഒരാളുടെ വല്ലാത്തൊരു ആശങ്കയുടെ ഒരു പ്രശ്നമാണിത്. എവിടെയൊക്കെ ഇങ്ങനെ ആ ദാമ്പത്യത്തിൽ നിന്നിങ്ങനെ വല്ലാത്ത തണുപ്പ് കയറുന്നു. ഭൂമിയിൽ ഞാൻ തീയിടാൻ വേണ്ടി വന്നെന്നൊക്കെ ആ 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു നടക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അത് നമ്മുടെ പതുക്കെ തണുത്തുകൊണ്ടിരിക്കുന്ന ദാമ്പത്യത്തിലേക്ക് ഇങ്ങനെ പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ തീയിടുക എന്ന് കൂടി അയാളുടെ ധർമ്മം. അയാൾക്കും നമ്മളോളം ആവശ്യത്തിലേറെ ആകുലതയുണ്ട് ഇതിനെക്കുറിച്ച്. അങ്ങനെ ഞാൻ വിചാരിക്കുക. എവിടെയൊക്കെയാണ് മനുഷ്യൻ ആശങ്കപ്പെടുന്നത്, അവിടെയൊക്കെ ആ 33 വയസ്സുള്ള മരപ്പണിക്കാരനും ആശങ്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അയാളുടെ ആശങ്ക ഇന്ന് നമ്മുടെ ദാമ്പത്യങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കണം. അവിടെയും ഇവിടെ നിന്നൊക്കെ നല്ല വാർത്തകൾ കേൾക്കുന്നുണ്ട്. 2016 ഡിസംബർ ആദ്യമുണ്ടായ ഒത്തിരി പേര് കൊലയപ്പെട്ട, ഒത്തിരി പേര് മരിച്ച ഒരു വിമാനാപകടത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. കൊളംബോ. അതിനകത്ത് അലൻ റസ്കൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 6 പേരാണ് സർവ് ചെയ്തത്. അയാളിങ്ങനെ ആകപ്പാട് പറഞ്ഞുകൊണ്ടിരുന്ന രക്ഷാപ്രവർത്തനത്തെത്തിയവരെ വല്ലാതെ അമ്പരിപ്പിച്ചൊരു വാക്കുണ്ടായിരുന്നു, സേവ് മൈ വെഡ്ഡിങ് റിങ്. എൻ്റെ ഈ കല്യാണം മോതിരം സൂക്ഷിക്കണേ. പാതിമയക്കത്തിൽ ഇങ്ങനെ ബോധം പോയപ്പോഴും ഒക്കെ അയാൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, സേവ് മൈ വെഡ്ഡിങ് റിങ്. പക്ഷേ ഈ ഭൂമിയിലേക്ക് വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് അയാൾ കരുതി വന്നായിരിക്കും. എനിക്ക് തോന്നുന്നു എവിടെയോ നിശബ്ദമായിട്ട് നമ്മുടെ ആൺകുഞ്ഞുങ്ങളും പെൺകുട്ടികളുമൊക്കെ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, സേവ് അവർ വെഡ്ഡിങ് റിങ്. നമുക്ക് അതിന് പറ്റുന്ന മാതൃക കാട്ടാനോ അതിലേക്ക് അവരെ പ്രേരിപ്പിക്കാൻ പറ്റുന്ന ഒന്നും പൊക്കണത്തിലില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ മുതിർന്നവരെന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം. ഫിഡിലർ ഓൺ ദ റൂഫ് എന്ന ഒരു ചലച്ചിത്രമുണ്ട്. അതൊരു മ്യൂസിക്കൽ പ്ലേ ആയിരുന്നു, സംഗീത ശില്പമായിരുന്നു, വളരെ പോപ്പുലറായ ഒന്നായിരുന്നു.
അത് പിന്നീട് ചലച്ചിത്രമായിട്ട് മാറുന്നുണ്ട്. ടെൽവി ആൻഡ് ഗോൾഡ് എന്ന് പറയുന്ന ഇങ്ങനെ ജൂവായിട്ടുള്ള ഒരു കപ്പിൾ, ഇങ്ങനെ ദമ്പതികളാണ്. അയാളൊരു ദിവസം ഇവളോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവൾ പറയുന്നുണ്ട്, വെറുതെ മണ്ടത്തരം ചോദിക്കാതെ. അവൾ പറഞ്ഞു, എനിക്ക് ആപ്പാടെ അറിയേണ്ട ഇത്രയേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, 25 വർഷം ഞാൻ നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ തന്നു, നിങ്ങൾക്ക് ഭക്ഷണം നൽകി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു, നിങ്ങളോടൊപ്പം ഒരുമിച്ച് അന്തി ഉറങ്ങുന്നു, എന്നിട്ട് ഇപ്പോൾ നിങ്ങളത് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൾ പറഞ്ഞു, എനിക്കറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കണുണ്ടോ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് നിങ്ങൾ മറന്നോ? എനിക്കറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കണുണ്ടോ? അവൾ പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇത് സ്നേഹമല്ലാതെ മറ്റെന്താണ്? അങ്ങനെയാണോ? അതിൻ്റെ അർത്ഥം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാവും എന്ന് തന്നെ, ഐ സപ്പോസ്. അപ്പോൾ അയാൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു 1/4 നൂറ്റാണ്ടിന് ശേഷം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഒരു ധൈര്യം, ഒരു ഉറപ്പ്. ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് പലപ്പോഴും ആ ഉറപ്പൊന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ബാധ്യതയുണ്ട്. ഒരു പുരുഷനും സ്ത്രീക്കും ഇടയിൽ ഇതിനേക്കാൾ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കനലുണ്ടാവേണ്ടതല്ലേ? പ്രണയോപനിഷത്ത് പറയുന്ന ഒരു നല്ലൊരു കഥ, ഇത്തിരി കുഞ്ഞായ്മയും കന്നത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതൊരു കുസൃതിയുടെ ഭാഗമായിട്ട് എടുത്താൽ മതി, നല്ലൊരു കഥ വിജയം ചെയ്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു ചലച്ചിത്രവും അടുത്ത കാലത്തായിട്ട് വന്നിരുന്നു. പക്ഷേ ആ ചെറിയ കഥ നൽകുന്ന ഒരു ഷാർപ്നെസ് ദീർഘമായ ചിത്രത്തിനകത്ത് കിട്ടിയില്ല. അത് നല്ലൊരു കഥയാണ് വാസ്തവത്തിൽ. പ്രണയോപനിഷത്ത് ഒരു 40-45 വയസ്സുള്ള ഒരു വ്യക്തി പെട്ടെന്ന് തീരുമാനിക്കുകയാണ് ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ പ്രണയത്തിലായിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനയാൾ കണ്ടുപിടിച്ച ഏറ്റവും നല്ല മാർഗ്ഗം ഇത്രയേ ഉള്ളൂ, തൻ്റെ ഭാര്യയെ പ്രണയിച്ചു തുടങ്ങുക. കേൾക്കുമ്പോൾ വളരെ സില്ലിന്ന് തോന്നുന്നൊരു കാര്യമായിരിക്കാം, പക്ഷേ പ്രശ്നം ഇതാണ്, അത്തരം പ്രണയാനുഭവങ്ങൾ പലപ്പോഴും വീണാത്തില്ലായിരുന്നു. അപ്പോൾ ആ ചെറിയൊരു കുസൃതി കണക്ക് ആരംഭിച്ചൊരു കാര്യം പിന്നീട് ഇങ്ങനെ വളരെ ഇൻറ്റൻസിറ്റിയിലോട്ട് പോവുകയും അവരവരുടെ ആ വല്ലാത്തൊരു ജീവിതത്തിൻ്റെ തീവ്രതയും വേഗവും ആവേശവുമൊക്കെ ഇങ്ങനെ വീണ്ടെടുക്കുന്ന ഒരു ഭേദപ്പെട്ട ഒരു കഥയാണത്. എവിടെ നിന്നൊക്കെയോ ചില കാര്യങ്ങളിങ്ങനെ ചോർന്നു പോയിട്ടുണ്ട്. ഫ്രിജിഡിറ്റി എന്ന് പറയുന്ന ആ വാക്കിലേക്ക് പലപ്പോഴും ദാമ്പത്യങ്ങളിങ്ങനെ കൂപ്പുകുത്തുകയാണ്. വല്ലാത്ത ശൈത്യം, ഇതിനകത്തും ഇങ്ങനെ പെടുന്നില്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കുന്ന അത്ര ഭംഗിയല്ലാത്ത ചില അടുപ്പങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ പോലും ഇങ്ങനെ ഒരുമിച്ച് പാർക്കുന്നവർക്കിടയിൽ സംഭവിക്കുന്ന തണുപ്പിൻ്റെ അപായ സൂചന, രോഗമല്ല, ഒരു രോഗലക്ഷണമായിട്ടാണ് നമ്മളിതിനൊക്കെ വായിച്ചെടുക്കേണ്ടത്. വെറുതെ ആ ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് ഒന്നുകൂടി നമുക്കിങ്ങനെ ഒന്ന് തിരികെ കണ്ടെത്തേണ്ട ഒരു അനുഭൂതിയായിട്ട് വീണ്ടെടുക്കേണ്ട ഒരു ജീവിത വിചാരമൊക്കെ ആയിട്ട് കണ്ടെത്തിയ നല്ലത് അവസ്ഥയിൽ. ഇതിനകത്തും ഇങ്ങനെ ഒരു റീഡെഡിക്കേഷൻ നല്ലതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ പത്രങ്ങളിൽ ഇങ്ങനെ വലിയൊരു ഷീറ്റ് സപ്ലിമെൻ്റൊക്കെ വരുന്നത്, ഏതെങ്കിലും ഒരു വലിയ കമ്പനി തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണിതെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളെ തന്നെ പുനർപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ക്ലാവ് പിടിക്കാതിരിക്കാനായിട്ട് നമുക്കറിയാം, ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ എന്നും നിശ്ചയമായിട്ട് ഇങ്ങനെ ചാരവും പുളിയൊക്കെ ഇട്ട് കഴുകുന്ന വീട്ടമ്മമാരെ കണക്ക് ഇതിങ്ങനെ ക്ലാവ് പിടിക്കാതിരിക്കാനായിട്ട് ചില പുനർപ്പണങ്ങളൊക്കെ ഇനിയും ഇങ്ങനെ സാധ്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ വല്ലാത്തൊരു അപായ നിമിഷത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്ന ഓർത്താന്നല്ല. ദാമ്പത്യത്തെക്കുറിച്ച് ആ വേദപുസ്തകം പറയുന്ന ഒരു ചെറിയൊരു തിരുവചനം ഒന്ന് മനസ്സിൽ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. അതിങ്ങനെ ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിനൊടുവിൽ പറയുന്ന ആ ഒരു ചെറിയൊരു വരിയാണ്. അതിങ്ങനെയാണ്, അതിനാൽ പുരുഷൻ മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് ഭാര്യയോടൊപ്പം ചേരുകയും അവരൊരു ശരീരമായി തീരുകയും ചെയ്യും. ഒരു 3 ഇടങ്ങളിലെങ്കിലും ഇത് പിന്നീട് വേദപുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ തന്നെ അധരങ്ങളിൽ നിന്ന് ഇത് 2 നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. മാത്യുവിലും മാർക്കിലും നമ്മൾ കാണുന്നുണ്ട്. പൊതുവെ ഇങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരണികൾ പറയുന്നൊരു രീതി യേശുവില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു പശ്ചാത്തലം പരിസരമുണ്ട് താനും. അങ്ങനെ അപൂർവമായിട്ട് വരുന്ന അങ്ങനെ ഡിക്തോ ഒരു വാക്ക് പോലും ഇങ്ങനെ ഒരു പാഠഭേദം കൊടുക്കാതെ ആവർത്തിക്കപ്പെടുന്ന യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് ആവർത്തിക്കപ്പെട്ട വാക്കായത്. പിന്നീട് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ പൗലോസും എഫേസസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അത് എഫേസൻസ് എഴുതുമ്പോൾ കൃത്യമായിട്ട് ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള
ബന്ധത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ഇങ്ങനെ 4 നമ്മൾ വായിക്കുന്നൊരു ഭാഗം. അത് എവിടെയും ഇങ്ങനെ വിവാഹത്തിൻ്റെയൊക്കെ പരിണയത്തിൻ്റെയൊക്കെ ഒരു സത്ത്, പരിണയത്തിൻ്റെയൊക്കെ ഒരു കാതൽ കിടപ്പുണ്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത്തരം ഒരു വായനയും ഈ അടുത്ത കാലത്തായിട്ട് കിട്ടി. ഒരു 3 പദങ്ങൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇംഗ്ലീഷിലത് ലീവ്, ക്ലീവ്, പിന്നെ ഇങ്ങനെ വൺ ബോഡി എന്ന് പറയുന്ന ഒന്ന്, ഉപേക്ഷിക്കുക, ഒന്നാവുക, ഒരേ ശരീരമാവുക. ചിലതിങ്ങനെ നന്നായിട്ട് ഉപേക്ഷിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. മാതാപിതാക്കന്മാർ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ അവരെ ഇങ്ങനെ കൈവിട്ട് കളയുന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടോ? എന്തെങ്കിലും അതിനകത്തൊരു ആശങ്ക ഉണ്ടെങ്കിൽ വെറുതെ യേശു സ്വർഗം വിട്ടതിനെക്കുറിച്ച് വെറുതെ ഓർത്താൽ മാത്രം മതി. അവനിങ്ങനെ തൻ്റെ അപ്പനെ ഉപേക്ഷിച്ചെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യേശുവിൻ്റെ ചങ്കിൽ നിന്ന് ഒരിക്കലെങ്കിലും ഇങ്ങനെ അപ്പൻ അകന്നു പോയിട്ടുണ്ടെന്നോ, അവർക്കിടയിൽ അത്ര ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു സെപ്പറേഷൻ സാധ്യമാണെന്ന് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. വലിയൊരു പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോവുക, പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോവുക. അപ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഈ വ്യക്തിയാണ്. അവളിലേക്ക് നിൻ്റെ ജീവിതം കുറേ കൂടി ഏകാഗ്രമാകാനായിട്ട് ചിലതിനെയൊക്കെ ഉപേക്ഷിച്ചേ പറ്റും. അവനവൻ്റെ ഭൂതകാലത്ത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ഈ കാര്യം കുറേ കൂടി നല്ലതാണ്. നമ്മുടെ ചില ശീലങ്ങൾ, നമ്മുടെ ചില സങ്കല്പങ്ങൾ, തൻ്റെ ദാമ്പത്യത്തിൽ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനോട് ഒരിക്കലൊരു വൈദികൻ വളരെ കട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ അവളെ വിട്ടുകളയാം, ഒരു വിവാഹമോചനത്തിൽ ഡൈവേഴ്സ് ചെയ്യുക. പെട്ടെന്ന് ഇയാൾ വളരെ ഷോക്ക്ഡാവുകയാണ്. ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് നമുക്കറിയാം. ഒരു കാത്തലിക് രീതിക്കകത്ത് ഈ വാക്ക് ഉപയോഗിക്കുന്ന പോലും ഇല്ല. ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വാക്ക് ഉപയോഗിക്കുന്നത് പോലും ഒരു അപരാധമായിട്ട് ഗണിക്കുന്നുണ്ട്. അത്തരം ചില സാഹചര്യങ്ങളിൽ പെട്ടുപോയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് അസാധുവാകുക എന്നുള്ള നള്ളിഫൈ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. ആ വാക്കിനോട് പോലും ഒരു വല്ലാത്ത ഭീതി പുലർത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു വാക്ക് ഈ പുരോഹിതൽ നിന്ന് കേൾക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് വല്ലാത്ത അമ്പരപ്പുണ്ട്. പിന്നീട് ഈ വളരെ വ്യക്തമായിട്ട് ഈ വൈദികൻ ഈ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുത്തു, നിൻ്റെ സങ്കല്പത്തിലെ ഒരു ദാമ്പത്യം, സങ്കല്പത്തിലെ ഭാര്യയൊക്കെ വിട്ടുകളയുക, എന്നിട്ട് ആ റിയലായ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക. ഇതുമാത്രം മുൻവിധികളോടുകൂടിയാണ് നമ്മളിങ്ങനെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുക. ഞാൻ വിചാരിക്കുന്നു ഇത്രയും അപക്വതയിൽ ഒന്നിലും നമ്മൾ ഏർപ്പെടുന്നില്ല. നമുക്കറിയാം, ഒരു ചെറിയ തൊഴിൽ ഏർപ്പെടുന്നതിനേക്കാൾ മുമ്പേ എത്ര വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്, എത്ര വർഷം നമ്മളൊരു അപ്രൻറ്റീസായിട്ട് നിൽക്കുന്നുണ്ട്, എത്ര വർഷം പ്രൊബേഷനുണ്ട്. അത് വല്ലാത്തൊരു പരിചയക്കുറവോ അപക്വതയോ ധ്യാനത്തിൻ്റെയോ ഒക്കെ ഒരു അഭാവത്തിൽ നമ്മൾ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ വല്ലാത്ത മുൻവിധികളിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പപ്പറ്റിനെ കണക്ക് അദൃശ്യമായ ചരടുകളാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കുറച്ച് അവനവൻ്റെ ഭൂതകാലത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ വർത്തമാനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കണം വിവാഹത്തിനൊക്കെ ഇങ്ങനെ ചില ഗോത്രങ്ങളെക്കുറിച്ച് വായിച്ച് കേട്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി മറ്റൊരിടത്തേക്ക് വിവാഹിതയായി കഴിയുമ്പോൾ ഈ മുഴുവൻ ഗോത്രവും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവരുടെ അതിര് വരെ ചെല്ലുമെന്നാണ് പറയുക. കാരണം ഇതൊക്കെ ഇങ്ങനെ വിട്ടിട്ട് പോവുക. അവളുടെ സങ്കല്പങ്ങൾ, അവളുടെ രീതികൾ, അവളുടെ പ്രത്യേകതകൾ, ഇങ്ങനെ വല്ലാത്തൊരു ഉപേക്ഷ എന്ന് പറഞ്ഞൊരു വാക്കിനകത്തു നിന്നാണ് ഈ ദാമ്പത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിചാരം ആരംഭിക്കുക. ഇങ്ങനെ ലീവ്, പലതിനും ഉപേക്ഷിക്കേണ്ടതുണ്ട്. 100 പേര് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 100 പേർക്ക് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ 100 തരമോ. പക്ഷെ പൊതുവായിട്ട് നമുക്ക് ഇനി അങ്ങനെ വിചാരിക്കാമെന്നുള്ളൂ, ചില ഞങ്ങൾ വിട്ടുകളയാന്നുള്ള. രണ്ടാമതായിട്ട് ക്ലീവ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുക, ഒട്ടിച്ചേരുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഹീബ്രു ഭാഷയിൽ ആ ഉപയോഗിച്ച വാക്കിൻ്റെ കൃത്യമായ അർത്ഥം. അങ്ങനെ അല്ലാതെ ഇങ്ങനെ 2 പേപ്പർ കഷ്ണങ്ങൾ ഒട്ടിച്ചേർന്ന് നടക്കുക. 2 പേപ്പർ കഷ്ണങ്ങൾ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതിന് അത്ര എളുപ്പത്തിലല്ല, അത് ഏതാണ്ട് അസാധ്യമാണ് നിങ്ങൾക്കതിനിങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത്. നിങ്ങളതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ അതിങ്ങനെ ഒരിക്കലും 2ആയിട്ട് അടരുകയില്ല, മറിച്ച് കീറിപ്പോവുകയുള്ളൂ. അത്രയും ഒരു അടുപ്പത്തെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. ഇതിങ്ങനെ ഒരു പിയർ ഗ്രൂപ്പ് കണക്കോ സൗഹൃദം കണക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരേ കൂടാരത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ ഒരേ മുറിക്കകത്ത് താമസിക്കുന്ന റൂംമേറ്റ്സിനെ കണക്ക് നമ്മളങ്ങ് തെറ്റിദ്ധരിക്കുക. വാസ്തവത്തിൽ വല്ലാത്തൊരു ഇൻറ്റിമസിയാണ്. അതിനൊരു എക്സ്ക്ലൂസീവ് എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു ഇൻറ്റിമസിയാണ്. വേറെ ഒരു ബന്ധത്തിന് നമ്മൾ ഇത്തരം ഒരു എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നൊരു നേച്ചർ പറയുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ സുഹൃത്തുക്കൾ പാടില്ലെന്ന് ആരും ശഠിക്കില്ല. നിങ്ങൾക്ക് ഗുരുതുല്യരും മൃദുതുല്യരായ മനുഷ്യർ അധികം പാടില്ലെന്നൊന്നും
ശഠിക്കലെന്ന് മാത്രമല്ല കൂടുതൽ പേരുണ്ടാകുന്നത് നിങ്ങൾ ആശീർവാദമായിട്ട് ഗണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇടത്ത് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് നന്നായിട്ട് മാറുക. അപ്പം അതിനകത്ത് വരുന്നൊരു കുഞ്ഞു പ്രശ്നം ഈ ടുഗദർനെസ് എന്നല്ല വാസ്തവത്തിൽ ഇങ്ങനെ ഒരുമിച്ചായിരിക്കുക എന്നുള്ളതല്ല അർത്ഥം. ഈ ഒന്നാകുക എന്നൊക്കെ പറഞ്ഞതിലേക്കുള്ള ഒരു പ്രക്രിയയിലേക്കാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത്തരം വലിയ സാധ്യതകൾ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം അപരാധങ്ങൾ ചെന്ന് ചാടുന്നത്. ഒരാൾക്ക് വേറൊരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഈ സമയമാണെന്നൊക്കെ ഉള്ള കാര്യം പോലും നമ്മൾ മറന്നുപോയി. എത്ര കുറച്ച് സമയമാണ് നമ്മളിങ്ങനെ പരസ്പരം നൽകിക്കൊണ്ടിരിക്കുന്നത്. വിശേഷിച്ചും ആ ദാമ്പത്യത്തിൻ്റെ ഒരു വല്ലാത്തൊരു ക്രൈസിസ് പീരീഡ് എന്ന് പറയുന്ന ഈ കുഞ്ഞുങ്ങൾ, നമ്മൾ പുറത്തു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ കുഞ്ഞെന്ന് പറയുന്നത് വലിയൊരു ദാമ്പത്യത്തിൻ്റെ അകത്തെ വലിയൊരു പ്രധാനപ്പെട്ടൊരു ഘടകമായെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പോലും ചെറുപ്പം ഇപ്പോൾ ഇങ്ങനെ ഭർത്താക്കന്മാരെങ്കിലും സങ്കല്പിക്കുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ വരവ് തങ്ങൾക്കിടയിലുള്ള ഒരു ഇൻറ്റിമസിയും തങ്ങളുടെ ഏകാഗ്രതയും ഒക്കെ വല്ലാതെ കുറച്ച് കളയുന്നതായിട്ട്. ഒരുപക്ഷെ അത്തരം ചില സാഹചര്യങ്ങളിൽ ഈ കുഞ്ഞെന്ന് പറയുന്ന ദൈവാനുഗ്രഹത്തെ വേണ്ടെന്ന് വെക്കുന്ന മനുഷ്യരെ പോലും നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേൾക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു തരം കൈവിട്ട കളിയാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഈ പരസ്പരം കുറേ കൂടി ഇങ്ങനെ ഒട്ടിയിരിക്കുക എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. എത്ര കുറച്ച് സമയമാണ് നമ്മളിങ്ങനെ കൈമാറുന്നത്. ജോലിക്ക് പോകുന്നവരും ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കൊക്കെ ഈ സമയമെന്ന് പറയുന്നത് വല്ലാത്തൊരു ആഡംബരമായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. സമയം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ കൂടെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, കേൾക്കാനായിട്ട് കൊടുക്കുന്ന ശ്രദ്ധ, എവിടെ ആയിരിക്കുമ്പോഴും പിന്നെ ഓർക്കാനായിട്ടുള്ളൊരു മനസ്സ്, ഇങ്ങനെ എത്ര രീതികൾ നമുക്ക് ഈ കാര്യങ്ങളെ നമ്മുടേതായ വേർഷൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഒരു വൺ ബോഡി എന്ന് പറയുന്ന ഒന്നാണ്. അവരിങ്ങനെ ഒരേ ശരീരമായിട്ട് മാറുന്നുണ്ട്. ഒരു ഫിസിക്കലായ അർത്ഥത്തിൽ പോലും അത് മുതിർന്നവർക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് അതിൻ്റെ ആന്തരികമായ അർത്ഥം. രണ്ടുപേരിങ്ങനെ ഒരേ കാഴ്ചപ്പാടിലോട്ട് വരിക, രണ്ടുപേർക്കിങ്ങനെ ഒരേ ദിശയിലേക്ക് നോക്കാനായിട്ടുള്ള പ്രേരണ ഉണ്ടാവുകയാണ്. ഇത്തരം കുറച്ച് കാര്യങ്ങൾക്കൊക്കെ മുന്നൊരുക്കമായിട്ട് പറയുന്ന ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഇക്കാരണം കൊണ്ട്. ഏത് കാരണം കൊണ്ടാണ്? അതിൻ്റെ തൊട്ട് മുമ്പാണ് ഏതൊരാൾക്കും പരിചയമുള്ള ആ സൃഷ്ടിയുടെ ആ ഒരു ഒടുവിലത്തെ എന്ന് കരുതാവുന്ന ആ ഭാഗം നമ്മൾ വായിച്ചെടുക്കുന്നത്. പുരുഷൻ സുഷുപ്തിയിലായിരിക്കുമ്പോൾ അയാളിൽ നിന്ന് വാരിയിലെടുത്തിട്ട് ദൈവം ഇങ്ങനെ സ്ത്രീയെ സൃഷ്ടിച്ചെന്ന് പറയുന്ന ഒന്നാണ്. കാരണം അതുതന്നെ, അവളെ കൂടാതെ ഞാൻ അനുഭവിക്കുന്ന അപൂർണത. ഞാൻ പറഞ്ഞ ഒരു പാർട്ടാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഏറ്റവും വലിയ ദുഃഖം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഏകാന്തതയായി മാറിയത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ ഏകാന്തതയെ പരിഹരിക്കാനായിട്ട് അവൻ ഉപയോഗിക്കുന്ന ഒരു ഗാഡ്ജറ്റ്സും ഒരു ഉപകരണങ്ങളും ഒരു സൗകര്യങ്ങളും സഹായിക്കുന്നില്ല. അതിന് വേറൊരു വ്യക്തി തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഹോളാകാനായിട്ട്, സമ്പൂർണ്ണമാകാനായിട്ട് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വല്ലാത്തൊരു ആഗ്രഹത്തെ, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ആ പരാശക്തി സൃഷ്ടിച്ച വല്ലാത്തൊരു ഒരു ദാഹത്തിലാണ് വാസ്തവത്തിൽ ഈ ദാമ്പത്യം എന്ന് പറയുന്ന ചില കാര്യങ്ങളുടെ ആദ്യത്തെ ഒരു ചലനം ആരംഭിക്കുക. കുറേ കാലം മുമ്പ് ഈ ഒരു തിരുവചനം പള്ളിയിൽ നന്നായിട്ട് വ്യാഖ്യാനം ചെയ്യുകയായിരുന്നൊരു പാസ്റ്റർ. ഇക്കാരണം കൊണ്ടും ഉപേക്ഷ എന്ന് പറഞ്ഞ വാക്കും അക്ലീവ്, ഇങ്ങനെ ഒട്ടി നിൽക്കുക എന്നൊക്കെ പറയുന്ന വാക്കും ഒരേ ശരീരം എന്ന വാക്കുമൊക്കെ ഓരോ നന്നായിട്ട് ലാബറേറ്റ് ചെയ്ത് വിശദീകരിച്ചതിനൊടുവിൽ എവിടെ നിന്നൊരു കുസൃതി ചോദ്യം അയാൾ കേട്ടു. ആ ഫുൾ സ്റ്റോപ്പിനെ കുറിച്ച് എന്താണെന്നും പറയാത്ത എല്ലാവരും വലിയൊരു അങ്ങനെ ആരവത്തോടു കൂടി ആ ഫലിതത്തിൽ ഏറ്റെടുത്തപ്പോൾ പാസ്റ്റർ വളരെ സീരിയസ് ആയി. അദ്ദേഹം പറഞ്ഞു, ഉവ്വ് ആ ഫുൾ സ്റ്റോപ്പ് കൂടി ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വിവാഹത്തിന് കാരണം. ഇതിനകത്ത് ഇതിന് മീതെ മറ്റൊന്നുമില്ല. ഇതിനകത്ത് തീരെ പരാമർശിക്കപ്പെടാതെ പോകുന്നൊരു വാക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞൊരു വാക്ക്. പലരും വിചാരിക്കുന്നു ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും തലമുറകളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയുമൊക്കെയാണ് മനുഷ്യർ വിവാഹിതരാകുക എന്നുള്ളത്. കുഞ്ഞുങ്ങൾ വെറുതെ ബോണസാണ്. കുഞ്ഞുങ്ങളെന്നൊരു കാരണമില്ലെങ്കിൽ പോലും നിലനിൽക്കാൻ അതിൽ തന്നെ ബലമുള്ള ഒന്നിൻ്റെ പേരാണ് പരിണയം. പലപ്പോഴും നമ്മൾ ഈ ചെറിയ മക്കളെയൊക്കെ ആ ചോദ്യം പറഞ്ഞ് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. വിവാഹത്തിന് ശേഷം 1-2 വർഷം കഴിഞ്ഞ് ഇങ്ങനെ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന വെറുതെ ദൈവാനുഗ്രഹം എന്ന് മാത്രം കരുതാവുന്ന ഒരു കാര്യത്തിൻ്റെ അഭാവത്തിൽ എത്ര ഇടങ്ങളിൽ നിന്ന് അവർ ഈ ചോദ്യം അഭിമുഖീകരിക്കുന്നത്, കുട്ടികളായില്ലേ, ഫുൾ സ്റ്റോപ്പാണ്. ബാക്കിയുള്ളതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഫ്ലേവറായിട്ട് മാത്രം എടുത്താൽ മതി. തൽക്കാലം ദാമ്പത്യത്തിന് ഇത്രയേ അർത്ഥമുള്ളൂ. 2 പേര്
ഒരുമിച്ചായിരിക്കുക, ഒന്നാവുക. ആമേൻ. ജീവിതം പ്രഭാമയം സന്നിധാനം